ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് മലബാറീസിൻ്റെ കായ്പോള. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. നല്ല സൂപ്പർ റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള ഈ കായ്പോള പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ പഴുത്ത 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നെയ്യൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ല രീതിയിൽ നമുക്കിതിലൊന്ന് ഫ്രൈ ആയിട്ടെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരുപാട് പഴുത്ത ഏത്തപ്പഴം എടുക്കേണ്ട, ഒരു മീഡിയം രീതിയിൽ പഴുത്തത് മതി. നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് ഈ നെയ്യിലൊക്കെ കിടന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് വേണം എടുക്കാൻ. അതിനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലും നമുക്ക് ഏത്തപ്പഴം എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കത് ഇങ്ങനെ ഏത്തപ്പഴമായിട്ട് പീസായിട്ട് കിടക്കുമ്പോൾ അവർക്കത് അത്ര ഇഷ്ടമാവില്ല. അതുകൊണ്ട് ഇത് ഞാൻ നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു തവി ഉപയോഗിച്ച് ഇത് നന്നായിട്ടിങ്ങനെ ഉടച്ചെടുത്താൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഏത്തപ്പഴത്തിന് അത്ര മധുരമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്, ആ മുട്ടയുടെ ആ മണമൊന്നും ഒന്ന് അറിയാതിരിക്കാനായിട്ട് വേണ്ടിയാണ് അത് ചേർത്തത്. ഇതിനി നമുക്ക് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ ആ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവിടെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അത് വളരെ പെട്ടെന്ന് തന്നെ അതിലെല്ലാം മിക്സായി കിട്ടും. ഇനി ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനി നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം വശത്തേക്കും നല്ല രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നമുക്ക് എല്ലാ വശത്തേക്കും ഒരുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പഴയ പാൻ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഇതിലേക്ക് വീണ്ടും ഒന്ന് മുകളിലായി വെച്ച് കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മളിതിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്കിതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ ഇതിൽ പറ്റി പിടിച്ചൊന്നും ഇരിപ്പില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ച് അതിന് മുകളിലേക്ക് അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കായ്പോളയുടെ മുകൾ ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു യെല്ലോയിഷ് കളറിലല്ലേ, അതൊന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന്
മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം ആയിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പർ റെസിപ്പിയാണിത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്തെങ്കിലും നല്ല സൂപ്പർ ഡിഷാണ്. എല്ലാവരും ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.